ഹലോ ഫ്രണ്ട്സ്, KL90 ശ്രീതു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂരപ്പട്ടൻ തെരുവിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. കറണ്ട് ഇല്ല കേസ്, അതുകൊണ്ടാണ് പുറത്ത് വന്നിരുന്ന വീഡിയോസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇലകളും മരങ്ങളൊക്കെ കണ്ട് ഈ ഒരു വീഡിയോ കേൾക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ കണ്ടന്റിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരാൾക്ക് കുറച്ച് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്നല്ല, ബിജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി എൻ്റെ എല്ലാ വീഡിയോയ്ക്ക് താഴെയും വന്നിരുന്ന ഒരു കമൻറ്റ് ഇടുന്ന വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നീ ദയവ് ചെയ്ത് കമൻറ്റ് പറയുന്ന സെൻറ്റൻസ് എങ്കിലും ഒന്ന് മാറ്റി പിടിക്കുക. എല്ലാ വീഡിയോയ്ക്ക് താഴെയും വന്നിരുന്നു ഇവൻ പറയുന്നത് മറ്റൊന്നുമല്ല, നീയും വന്നിരുന്ന എല്ലാവരെയും കുറ്റമല്ലേ പറയുന്നത്, ഇതിൻ്റെ ഒരു ലോ ക്ലാസ് അവതരണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയ്ക്ക് താഴെയും ഇവന് ഇത് തന്നെയാണ് പറയാനുള്ളത്. കുഴപ്പമില്ല, എൻ്റെ ഈ ഒരു ലോ ക്ലാസ് അവതരണം ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി. നീ പിന്നെ എന്തിനാണ് വന്നിരുന്ന് കാണുന്നത്? അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഈ ഒരു വീഡിയോസ് ലോ ക്ലാസ് ആണെങ്കിലും അത് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അതൊരു 5 പേരായാലും 10 പേരായാലും ഞാൻ സന്തോഷവാനാണ്. അതിൽ നിന്നോട് വന്ന് നിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീഡിയോസ് കാണാ അല്ലെങ്കിൽ നിൻ്റെ മൊബൈലിൽ ഞാൻ വിളിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണാ എന്ന് ഞാൻ നിന്നോട് തെണ്ടുന്നില്ല. അതുകൊണ്ട് നീ എൻ്റെ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ എല്ലാ വീഡിയോസും എന്ന് കാണുകയും ചെയ്യും, അതിൻ്റെ അടിയിൽ വന്ന് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ആദ്യം നീ അത് ചെയ്യേണ്ടത് നിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അത് നിൻ്റെ വൈഫിനോട് ആർത്തേയും നീ ആദ്യം അങ്ങോട്ട് ചോദിക്കുക, എൻ്റെ പെർഫോമൻസ് കൊള്ളാമോ, ഏത് ക്ലാസ് ആണെന്ന്. അത് നീ ഒന്ന് കൺഫേം ആക്കിയിട്ട് ബാക്കി നാട്ടിലുള്ളയും ഈ പറയുന്ന മൊബൈലിലൊക്കെ വരുന്ന പെൺകുട്ടികളെ ഏത് ക്ലാസ് ആണെന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി. അപ്പോൾ ഇതാണ് എനിക്ക് നിന്നോടുള്ള മറുപടി എന്ന് പറയുന്നത്. ഇനി നിൻ്റെ എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കമൻറ്റ് വരുവാണെങ്കിൽ തിരിച്ച് നല്ല രീതിയിലുള്ള റിപ്ലൈ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേസ് എനിക്ക് ആദ്യം പറയാനുണ്ടായിരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ കടന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അലയ്ക്കുന്ന ഒരു മഞ്ജു ആൻ്റണി എന്ന് പറയുന്ന ഒരു അവതാരമുണ്ട്. അപ്പോൾ അവളെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വേറൊരു കാര്യം, ഈ പറയുന്നത് ഫേസ്ബുക്കിൽ മാത്രമേ ഇവളുടെ വീഡിയോസിനൊക്കെ അങ്ങ് റീച്ചുള്ളൂ. ഈ യൂട്യൂബിൽ എന്താണെന്ന് അറിയില്ല, അങ്ങ് യൂട്യൂബ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്യുന്നില്ല. യൂട്യൂബിന് തന്നെ മനസ്സിലായി കാണും, ഇവളെയൊക്കെ എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്താൽ നാളെ യൂട്യൂബിനെയും പറയുമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവളൊക്കെ സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്. സ്ത്രീ എന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. വേറൊന്നുമില്ല കേസ്, ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലകത്തിരിക്കണം, കരഞ്ഞിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ള ആ ഒരു പണ്ടത്തെ അമ്മച്ചിമാരിൽ ഒരാളാണ് ഇവള്. എങ്ങനെയോ ഈ ഒരു ഇതിൽ അങ്ങ് പിറന്ന് വീണു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവളുടെ ചിന്താഗതിയും ഇവളുടെ എല്ലാം ഈ പറയുന്ന പണ്ടത്തെ കാലഘട്ടത്താണ്. അത് ഈ പറഞ്ഞ നമ്മളുടെ ആരെയും കുറ്റമല്ല, അത് അവളുടെ കുറ്റമാണ്, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരുടെ കുറ്റമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മഞ്ജു ആൻ്റണിയോട് എനിക്ക് പറയാനുള്ളത്, നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയാനായിട്ട് നിൽക്കരുത്. അതെനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റാണ്. കാരണം നിങ്ങൾ പറയുന്നത് വേറൊരു സ്ത്രീയാണ് കുട്ടി, നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ട്. നിങ്ങളൊക്കെ അതേ സമൂഹത്തിൽ എത്രയും പേര് അല്ലെങ്കിൽ എല്ലാവരും അത് ഈ പറഞ്ഞ രേണുവിനെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിറയെ പേര് വന്നിട്ടുള്ളത്. നീ പറയുന്നത് അസൂയ, നീ പറയുന്നത് എനിക്ക് അസൂയയില്ല, ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? നിനക്ക് അസൂയ തന്നെയാണ്. നിനക്ക് അസൂയ അല്ല എന്ന് പറയാൻ ആരും പറയില്ല, നിനക്ക് അസൂയ തന്നെ. നിൻ്റെ വീഡിയോസിൻ്റെ താഴെ വന്നിരുന്ന് നിനക്ക് അസൂയയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുമില്ലാതെ ആരും പറയില്ല എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ നീ കടന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഈ റോഡിലുള്ള പട്ടികളൊക്കെ കുരയ്ക്കുന്നതിന് എല്ലാം സമമാണ്. നിനക്കങ്ങനെ പ്രത്യേകിച്ച് വാല്യൂ കാര്യങ്ങളൊന്നും ഇവിടെ ആരും തരുന്നില്ല. നമുക്ക് എന്തായാലും കേസ് ഇവളുടെ ആ ഒരു വീഡിയോസ് പാർട്ടായിട്ട് കണ്ട് നമുക്ക് ഇവൾക്ക് ആവശ്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കമൻസിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ എല്ലാ കമൻസിനും ഒന്നും റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷേ ഇന്ന് കുറച്ച് കമൻസിന് എനിക്കൊരു റിപ്ലൈ ഒരു വീഡിയോ രൂപത്തിൽ തരണം എന്ന് തോന്നി. കാരണം ഈ 1000-1500 കമൻസ് വരുന്നതിനകത്ത് ഓരോ കമൻസിനും ചെന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കേസ് മഞ്ജു ആൻ്റണിക്ക് ഈ പറയുന്ന ഫേസ്ബുക്കിലൂടെ വന്ന കമൻസ് 1000-1500 ഉണ്ട്. ഒന്നും വായിക്കാനുള്ള സമയമില്ല എന്നാണ് അവൾ പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ്. അപ്പോൾ മഞ്ജു ആൻ്റണി ഈ ചെയ്ത വീഡിയോക്കുള്ള റിപ്ലൈ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിനക്കെന്താണ് ഈ പറഞ്ഞ കമൻസ് വായിക്കാൻ വേണ്ടി സമയമില്ലാത്തത്? സാധാരണ ഒരാൾക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ ഇതിലെല്ലാത്തിലും കമൻറ്റ് വരും. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിൻ്റെ യൂട്യൂബിലൊന്നും അങ്ങോട്ട് ആരും കാണുന്നില്ലല്ലോ, ഒരു കമൻറ്റ്സ് വരുന്നില്ല. ആകെയുള്ള ഈ പറയുന്ന ഫേസ്ബുക്ക് മാത്രം. അതെങ്ങനെ ഈ പറഞ്ഞ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങോട്ട് നീ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണ്ട. നമുക്ക് എന്തായാലും അവളുടെ ആ ഒരു റിപ്ലൈ എന്താണെന്ന് കണ്ടു നോക്കാം കേസ്. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രോൾ വീഡിയോ. അത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്നും അത് എന്താണെന്നും ഒക്കെ മനസ്സിലായത് കൊണ്ടാണല്ലോ ഇത്രയധികം കമൻസുകൾ ആ വീഡിയോയ്ക്ക് വന്നതും. അത്യാവശ്യം നല്ല റീച്ചും വന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി നീ അത് ചെയ്ത ട്രോൾ വീഡിയോ ആയിരുന്നു. നീ ആ ഒരു വീഡിയോയ്ക്ക് മുന്നേ പറയണമായിരുന്നു ഇതൊരു ട്രോൾ വീഡിയോ ആണ് എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നീ ശരിക്കും എങ്ങനെയാണോ അത് തന്നെയാണ് ആ ഒരു വീഡിയോയിൽ എന്നെ കാണാനായിട്ട് സാധിച്ചത്.
അതിൽ ട്രോൾ അങ്ങനെയൊന്നും പറയില്ല, നീ നിന്നെ തന്നെ ട്രോളി എന്നങ്ങ് വിചാരിച്ചാൽ മതി. എന്തായാലും രേണുവിനെ ട്രോളാൻ പറ്റിയ ഒരു സാധനം രേണു അത്രയ്ക്കൊന്നും അതപതിച്ച് പോയിട്ടില്ല നീയൊക്കെ എടുത്തിട്ട് ട്രോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റ്സ് ഏറ്റവും കൂടുതൽ വന്നത് എനിക്ക് അസൂയാണെന്ന്. അത് ഏതൊരു വീഡിയോ ഇട്ടാലും എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു കമൻറ്റ്സ് ആണ് കേട്ടോ, എനിക്ക് അസൂയാണെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ്സ് എന്ന് പറയുന്നത് ഇവൾക്ക് അസൂയയാണ് എന്നാണ്. അത് ഈ ഒരു വീഡിയോക്കല്ല, അവൾ ഏതൊരു വീഡിയോക്ക് ഇട്ടാലും അതിന് താഴെ വരുന്നത് ഇവൾക്ക് അസൂയയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവളുടെ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് ആളുകൾ വന്നിരുന്നത് നിനക്ക് അസൂയാണെന്ന് പറയുന്നതെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായം ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. നീ ഇടുന്ന എല്ലാ വീഡിയോസും താഴെയും വന്നിരുന്ന എല്ലാവരും ഇങ്ങനെ അസൂയാണ് എന്ന് പറയുമ്പോൾ അതിലൊന്നും ഇല്ലാതെ ആളുകൾ പറയും. ആളുകൾ എന്തായാലും അത്രയും മണ്ടന്മാരൊന്നുമല്ല. അപ്പം നീ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, നീ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോസ് അത്യാവശ്യം റീച്ച് ആയതാണെന്ന്. ഈ റീച്ച് ആയത് നിന്നെ സപ്പോർട്ട് ചെയ്ത് റീച്ച് ആക്കിയതല്ല, ഈ പറഞ്ഞ നിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നിരുന്ന് നിന്റെ വീഡിയോസ് കണ്ടതാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അല്ലാതെ നിന്നെ സപ്പോർട്ട് അയ്യോ മഞ്ജു എൻ്റെ ഇത് വലിയ സംഭവമാണ് എല്ലാവരും മാറി കൊടുക്കണേ, അല്ലെങ്കിൽ രേണുവിന് കൊടുത്ത പോലെ ഒരു ഡയമണ്ട് മാല കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ജു ആൻ്റണിക്ക് ഒരു ഡയമണ്ട് റിങ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ബാക്കിൽ നിന്ന് വന്ന് നടക്കുന്നുണ്ടോ? ആ വീട്ടിൻ്റെ ഡോറൊന്നും തുറന്ന് പുറത്തോട്ട് ഇറങ്ങില്ല, ചിലപ്പോൾ ആരാധകരുടെ അഭിഷേകമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. അല്ല, ഞാനത് ചോദിക്കട്ടെ, എനിക്ക് എന്തിനാണ് അസൂയ? ഈ ബാറിൽ പോയി ഡാൻസ് കളിക്കാൻ പറ്റാഞ്ഞിട്ടോ? ഈ കുറച്ച് ആണുങ്ങൾ അവിടെ മാറിയിരുന്ന് കള്ള് കുടിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഡാൻസ് കളിക്കാനായിട്ട് എനിക്കൊരാഗ്രഹവും ഇല്ല. എനിക്ക് ഒട്ടും ആഗ്രഹമില്ല കള്ളുകുടിയന്മാരുടെ മുന്നിൽ പോയി ഡാൻസ് കളിക്കാനായിട്ട്. ഒരു ബാറിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാനാ. പിന്നെ ഇനി എത്രയൊക്കെ പുരോഗമിച്ച് ഫാമിലി റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞാലും ബാറ് തന്നെയാണ്. ഈ ഭാര്യേനെയും മക്കളെയും കൂട്ടി മദ്യപിക്കാൻ പോകുന്ന ഒരു സംസ്കാരം എൻ്റെ കുടുംബത്തിലില്ല. അപ്പോൾ കേസ് മഞ്ജുവിനുള്ള ചൊറിച്ചിൽ മറ്റൊന്നുമല്ല, നമ്മുടെ രേണു ബാറിൽ പോയി ഡാൻസ് കളിച്ചത് തന്നെയാണ്. കാരണം ഇത് തന്നെയാണ് ഇവളുടെ എല്ലാ വീഡിയോസിലുമുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ രേണുവിനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന മഞ്ജു. കാരണം അതുകൊണ്ടാണ് നമുക്ക് നോർമൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും. അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന മഞ്ജുവും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരും കുറ്റപ്പെടുത്തരുത് മഞ്ജുവിനെ. കാരണം മഞ്ജു ഒരിക്കലും രേണുവിന് കുറ്റം പറയുന്നതല്ല, അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അങ്ങനത്തെ ഒരു ആള് ഈ പറയുന്ന ബാറിൽ പോകുന്നത് ഇവൾക്ക് ചിലപ്പോൾ ഒരു കുറച്ചിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് നമുക്ക് അങ്ങനെ വിചാരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ബാർ എന്ന് പറയുന്നത് എന്താണ്, ഈ പണ്ടത്തെ കണക്കല്ല ഇന്നത്തെ കാലം. അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിന്റെ കുഴപ്പമില്ല, അത് മൊത്തത്തിലുള്ള കുഴപ്പമാണ്. കാരണം ഇന്നത്തെ ആ ഒരു ജനറേഷനിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ. പണ്ടത്തെ ഈ അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഇല്ല ഈ വടിയൊന്നും നടക്കുന്നത്, അവരുടെ ആ ഒരു ജനറേഷനിലുള്ളതാണ് നീ. എങ്ങനെയോ ഇങ്ങോട്ട് ചാടി എത്തിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അയ്യോ മഞ്ജു പറഞ്ഞത് ശരിയാണ്, അല്ലെ രേണു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ ആരെങ്കിലും ഒരാളുടെ ഒരു വീഡിയോസ് നിന്നെപ്പോലെ കുറയ്ക്കുന്ന കുറയണത്തിന് അതല്ല നോർമൽ അല്പം ബുദ്ധിയും വിവരവും ഉള്ള ഒരു വ്യക്തിയുടെ ഒരു വീഡിയോസൊക്കെ അവരുടെയൊക്കെ വീഡിയോസ് എടുത്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും ഇത് എന്താണ്, ബാറാണോ അതോ റെസ്റ്റോറൻ്റ് ആണോ. ഇനി ശരി, ഓക്കെ, നമ്മുടെ രേണു എന്താണ് ഈ ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നിനക്ക് എന്താണ് കുഴപ്പം? രേണുവിനില്ലാത്ത നാണക്കേട് നിനക്കെന്ന്? രേണുവിൻ്റെ കുടുംബത്തിന്, രേണുവിൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്, അവരുടെ റിലേറ്റീവ്സിന് ആർക്കും ഇല്ലാത്ത എന്ത് കുഴപ്പമാണ്, എന്ത് തേങ്ങയാണ് നിനക്കുള്ളത്? എനിക്കത് മനസ്സിലാകുന്നത്. നീ അത് വ്യക്തമാക്കി തരണം. അല്ലെങ്കിൽ രേണു എൻ്റെ ഇതാണ്, അല്ലെങ്കിൽ രേണു എൻ്റെ റിലേഷൻഷിപ്പാണ്, അപ്പോൾ അതുകൊണ്ട് രേണു അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ ഓപ്പണായിട്ട് പറയും. നിനക്കങ്ങനെ രേണുവിൻ്റെ അടുത്ത് പ്രേമാണ്, അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് നീ പറ. അതല്ല ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ എന്തിനാണ് ഒരാളെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് പറയുമ്പോൾ നീ വിചാരിക്കും ഇതൊക്കെ കേട്ടിട്ട് രേണു മിണ്ടായിരിക്കുന്നില്ലേ, അല്ലെങ്കിൽ ആരും പ്രതികരിക്കുന്നില്ല. ഇവൾക്ക് വേണ്ടത് അതാണ് കേസ്. അതായത് ഇവളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവളുടെ ഈ ഒരു പേരും ഇവളുടെ ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇവളുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് ഇവളറിയും, നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇവളറിയും. അതാണ് ഇവൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവൾ ഈ ഒരു ജന്മം മുഴുവനും രേണു എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ എടുത്ത് കുറ്റം പറയാൻ മാത്രമേ ഇവൾക്ക് സമയം ഉണ്ടാവുള്ളൂ. ഇവൾ ഇതേ ചെയ്യുള്ളൂ. കാരണം ഇവൾക്ക് വേണ്ടത് അതാണ്. ഈ പറയുന്ന രോഗി ഇച്ഛിക്കുന്നത് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന കണക്കാണ് ഈ പറയുന്ന മഞ്ജുവിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം. ഇനി എൻ്റെ വീട്ടിൽ ആണുങ്ങൾ കള്ളു കുടിക്കത്തില്ലേ എന്ന് ചോദിച്ചാൽ കള്ളു കുടിക്കും. എൻ്റെ വീട്ടിൽ ആൾക്കാർ മദ്യപിക്കാറുണ്ട്, ആണുങ്ങൾ മദ്യപിക്കാറുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ ഭാര്യമാരെ അല്ലെ പെങ്ങന്മാരെ അല്ലെ മക്കളെ ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ ആണുങ്ങൾ പോയി മദ്യപിക്കുന്ന ഒരിടത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിൽ എനിക്ക് എന്തിനാണ് അസൂയ? എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ദുബായി പോകുന്നതിനാണെന്നുണ്ടെങ്കിൽ ഈ ദുബായി പോകുന്നതിൽ ഞാൻ എന്തിനാ അസൂയപ്പെടണം? അല്ല, എനിക്ക് സംശയം, ദുബായിലെ ഷേഖിൻ്റെ വീട്ടിൽ അതിഥിയായിട്ടാണോ പോയിട്ട് വന്നത്? എനിക്ക് അസൂയപ്പെടാൻ, എനിക്ക് കുരുവട്ടെ? അല്ല, ദുബായ് ഷേഖിൻ്റെ വീട്ടിൽ പോയി അവിടെ അതിഥിയായിട്ട് 2-3 ദിവസം താമസിച്ച് ആ ഒരു സൽക്കാരമൊക്കെ സ്വീകരിച്ച് കുറേ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വരുന്ന കാണുമ്പോൾ എനിക്ക് കുരുവ് പൊട്ടാനായിട്ട്
ഒരു ബാറിൽ ഡാൻസ് കളിച്ചിട്ടുള്ള വരവല്ലേ കണ്ടത്, അല്ലാതെ ദുബായിൽ ഷേഖിന്റെ വീട്ടിൽ അതിഥിയായിട്ട് നിന്നിട്ടൊന്നും അല്ലല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ നിന്റെ വീട്ടിലുള്ള ആണുങ്ങളും മദ്യപിക്കും. അവർ മദ്യപിച്ച് വരുമ്പോൾ നീ വീട്ടിന് അകത്ത് കയറ്റത് ഗേറ്റിന് പുറത്തൊന്നും നിർത്തില്ലല്ലോ. അകത്ത് കയറണം, മദ്യപിച്ചിട്ടുണ്ട്, അകത്ത് കയറണം. അവർ മദ്യപിച്ചിട്ട് ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് നിന്റെ അടുത്ത് വരികയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് കയറുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതും നീ ഈ പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ പറയുന്ന എന്താണ് അവിടെ സ്ത്രീകൾ പോയില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല എന്ന്. അവർ മദ്യപിച്ചിട്ട് നിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് രേണു അല്ല, രേണു അതല്ല ചെയ്തത്. പബ്ലിക്കായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ അവൾ രേണുവിന് ഇഷ്ടമുള്ളത് ഡാൻസ് പാട്ട് രേണു കളിച്ചു. അത് നിനക്കെന്താണ് കുഴപ്പം? നീ ഇതിനാണ് ഇത് ചൊറിയണം എന്തിനാണ് ചൊറിയണം? അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല കേസ്. നമ്മളൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ നല്ല രീതിയിലുള്ള കമൻസ് ആണ് നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തന്നെ നല്ല അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടത് കൊണ്ടാണ് അവൾ ഈ വന്നിരുന്ന് രണ്ടാമതും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, പൈസ ഉണ്ട് എങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ പൈസ ഇല്ലാതെ അവർ തന്നെ ടിക്കറ്റ് അയച്ചു കൊടുത്ത് അവർ തന്നെ ഫുൾ ചിലവ് നോക്കി അവരുടെ ഡ്രസ്സിൻ്റെ കാര്യം കൂടാതെ റൂമിൻ്റെ കാര്യം ഫുഡ് എല്ലാം ഇങ്ങനെ നോക്കി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ഈ ഒരു ജനറൽ നമുക്ക് ഭാഗ്യം വേണം അല്ലേ, നമ്മുടെ ചിലവൊക്കെ ഇങ്ങനെ ഒരു കമ്പനി ഏറ്റെടുത്ത് അവർ തന്നെ നടത്തണമെങ്കിൽ. അപ്പോൾ അതിന് രേണുവിന് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നീ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ രേണുവിന് കിട്ടിയ ആ ഒരു ചെയിൻ, പിന്നെ ആ ഒരു റിങ്, അതൊക്കെ സ്നേഹസമ്മാനമാണ് കുട്ടി. അതല്ല നിന്നെപ്പോലെ ഇതിനൊന്നും ഞാൻ കമൻറ്റ്സ് പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് രേണുവിന് ഗിഫ്റ്റ് കിട്ടി, അതൊക്കെ അസൂയല്ല. പിന്നെ എന്താണ് രേണുവിന് ആ ഒരു ഗിഫ്റ്റ് കിട്ടി അസൂയല്ല, നിന്നെപ്പറ്റി എന്താണ് പറയേണ്ടത്? പിന്നെ നീ പറഞ്ഞായിരുന്നു എന്താ നമ്മുടെ ഫിലിം ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പോയിട്ട് വരുന്നില്ല, അവരാരും ഇങ്ങനെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ എത്ര ഫിലിം ആക്ടേഴ്സിൻ്റെ പിറകെയാണ് നമ്മുടെ ഇങ്ങനത്തെ ഈ നമ്മുടെ ചെറിയ ചെറിയ ചാനലായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഫോണും കൊണ്ടൊക്കെ വീഡിയോ എടുക്കാൻ നടക്കുന്നത്. രേണുവിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? രേണുവിൻ്റെ പിറകെ അങ്ങനെ നടന്ന് അവർ തന്നെ ചോദിക്കുന്നത് കൊണ്ടാണ് രേണു അതിന് മറുപടി പറയുന്നത്. അതല്ല നമ്മുടെ എല്ലാ ആക്ടേഴ്സിൻ്റെയും പുറകെ ഇവർ പോകുന്നില്ല. ഇവരിങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും ഇത് അവർ തന്നതാണ്, അല്ല എന്താണ് അവർ പറയും. അപ്പോൾ രേണു എന്തായാലും രേണുവിൻ്റെ പിറകെ ഇങ്ങനെ ക്യാമറ ഇപ്പോഴും ഉണ്ടെങ്കിൽ രേണുവിന് ആ ഒരു മാർക്കറ്റ് വാല്യൂ രേണുവിന് ആ ഒരു വാല്യൂ ഇന്ന് ഉണ്ട് എന്നത് തന്നെയാണ് സത്യം. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം ഈ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും കാണണം, കണ്ടിട്ട് അവൾക്കുള്ള റിപ്ലൈ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെയും അവൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും വരുന്ന കമൻറ്റ്സ് വായിച്ചിട്ട് അവൾ അങ്ങ് സന്തോഷിക്കണം. അപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി യൂട്യൂബിലൂടെ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ആർക്കല്ല, ബിജീഷ് എന്ന് പറയുന്ന വ്യക്തി, താങ്കളോട് ഞാൻ ഓൾറെഡി റിപ്ലൈ പറഞ്ഞു. താങ്കൾക്കിത് മതിയായില്ല, ഇനിയും വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും കമൻറ്റ് ഇടുക. എനിക്ക് ഇതിനേക്കാളും നല്ല രീതിയിലുള്ള സംസാരിക്കാൻ അറിയാം. പിന്നെ ഞാൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു 100% പോലും എത്താത്ത ഒരു വളരെ ചെറിയൊരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ വേറെ ഒന്നുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഈ ആങ്കറിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തോ. ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതിന് വെറും ഒരു 10,000 രൂപയുടെ മൊബൈലിലാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു സിമ്പിളായിട്ട് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ലോ ക്ലാസ് ആണ്, അതാണ്, മണ്ണാണ് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. എനിക്ക് താല്പര്യം വീഡിയോ കാണാതിരിക്കുക, ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഇതാണ് വേണ്ടത്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.